വിശക്കുന്നവന്റെ വയറിരിയാതിരിക്കാൻ ആരംഭിച്ച പങ്കജ കസ്തൂരിയുടെ പാഥേയം പദ്ധതിക്ക് 20 വയസ്സ്. 1 രൂപ പോലും വാങ്ങാതെ വിശക്കുന്നവന്റെ വയർ നിറയ്ക്കാൻ ആരംഭിച്ച പദ്ധതി ഒരു കാരുണ്യക്കടൽ പോലെ മുന്നോട്ട് നീങ്ങുകയാണ്. 20 വർഷങ്ങൾക്ക് മുൻപ് നാട്ടിൽ ആരും വിശന്നിരിക്കരുത് എന്ന ചിന്തയോടെ ആരംഭിച്ച പാഥേയം വിദ്യാർത്ഥികളടക്കമുള്ള നിരാലംബരടക്കമുള്ളവർക്ക് എന്നും ഒരു കൈത്താങ്ങായിരുന്നു. വൃത്തിയോടെ ശുദ്ധിയോടെ ഭക്ഷണം വിതരണം ചെയ്തപ്പോൾ ഇതൊരു മഹാപുണ്യമായി കരുതി ഒട്ടേറെ പേർ ആ പദ്ധതിയുടെ ഭാഗമായി. ഒരു കാലത്തും അത് മുടങ്ങിയില്ല. കോവിഡ് എന്ന മഹാവ്യാധി പടർന്നു പിടിച്ചപ്പോഴും കിറ്റുകളുടെ രൂപത്തിൽ ഭക്ഷണം തുടർന്നു. തൻ്റെ ബിസിനസ് സംരംഭങ്ങൾ വളർന്നതിനൊപ്പം വിശക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചത് പങ്കജ കസ്തൂരിയുടെ ഹരീന്ദ്രൻ നായർ കണക്കാക്കിയതേയില്ല. ബിസിനസ് രംഗത്ത് കണിശത പുലർത്തിയപ്പോഴും ആഹാരം നൽകുന്ന കാര്യത്തിൽ എന്നും ഉദാത്തമായ സമീപനമാണ് പുലർത്തിയത്. അന്നം പുണ്യമാണ് എന്ന ചിന്താലയേശന്റെ വാക്കുകൾ അതേപടി പകർത്തിയാണ് 20 വർഷമായി പാഥേയം തുടരുന്നത്. പാഥേയത്തിന്റെ 20ാം വാർഷികം ചിന്താലയേശന് മുന്നിൽ തിരിതെളിയിച്ചുകൊണ്ടാണ് ഉദ്ഘാടനം ചെയ്തത്. ഇത്രയും കാലം കാര്യക്ഷമതയോടെ ഭക്ഷണ വിതരണം നടത്തിയ 12ഓളം പേർക്ക് ആദരവ് നൽകിയ ശേഷം അവർക്ക് ഭക്ഷണം വിളമ്പിക്കൊണ്ടായിരുന്നു സദ്യ അരങ്ങേറിയത്. 6000-ലധികം പേർ ഇവിടെ സദ്യ കഴിക്കാനെത്തി. താൻ ചെയ്യുന്ന പ്രവൃത്തികൾ പരസ്യപ്പെടുത്തുന്നതിൽ താല്പര്യമില്ലെങ്കിലും ഇത്തരം കാര്യങ്ങൾ കണ്ട് ആരെങ്കിലും നന്മ ചെയ്യുന്നുവെങ്കിൽ അതിൽ സന്തോഷമുണ്ടെന്നായിരുന്നു ഹരീന്ദ്രൻ നായരുടെ പ്രതികരണം. 20 വർഷമായി ഈ പറയുന്നത് സേവന സന്നദ്ധമായൊരു കാര്യമാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു അന്നം കൊടുത്തുകൊണ്ടുള്ളൊരു പരിപാടിയിലേക്ക് തുടങ്ങാനുള്ള കാരണം? അന്നം ഒരു മനുഷ്യൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു നീഡല്ലേ. പ്രത്യേകിച്ചും എൻ്റെ ഗുരുനാഥൻ അധ്യാത്മചിന്താലയേശൻ ആലയിൽ സ്വാമി അദ്ദേഹം എപ്പോഴും പറയും അന്നം ഈശ്വരനാണെന്ന്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവൻ നിലനിർത്തുന്നത് അന്നമാണ്. അതുകൊണ്ട് വേറൊരാളിന് കരുതലോടുകൂടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം അന്നമാണ് എന്നുള്ള ചിന്തയിലാണ് അന്നം കൊടുത്തു തുടങ്ങിയത്. 2006 ഏപ്രിൽ മാസം 8-ാം തീയതി 8/4/2006 ദിവസം 1000 പേർക്ക് എന്നുള്ള രീതിയിൽ തുടങ്ങി. എൻ്റെ പരിചിതനായ എൻ്റെ അച്ഛൻ, അന്നത്തെ ബഹുമാനായ നമ്മുടെ അന്നത്തെ എം.എൽ.എ ജി കാർത്തികേയൻ സാർ, BJPയിലെ ശ്രീ PP മുകുന്ദൻ, അങ്ങനെ കുറച്ച് പേർ ആദ്യം ഇരുന്ന് ഞങ്ങൾ ഒന്നിച്ച് ആഹാരം കഴിച്ച് അന്ന് 1000-ൽ പരം ആൾക്കാർ ഉണ്ടായിരുന്നു. 1000 പേർക്ക് ദിവസം 1000 പേര് വരുമോ എന്നുള്ളൊരാശങ്കയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യ മാസം തന്നെ 28,000-ഓളം ആൾക്കാർക്ക് ഒരു മാസം കൊണ്ട് കൊടുക്കാൻ പറ്റിയെന്നുള്ളത് വളരെ സന്തോഷം തോന്നി. തുടർന്ന് കോവിഡ് സമയത്ത് പോലും ഒരു ദിവസം പോലും ഞങ്ങൾ അത് മാറ്റിവെച്ചില്ല. അത് കോവിഡ് സമയത്ത് നമ്മൾ 600ഓളം പൊതികൾ കൊടുക്കുമായിരുന്നു. പൊതി കൊടുത്തായിരുന്നു കോവിഡ് സമയത്ത് നമ്മൾ ആ കാലഘട്ടം കടത്തി കിട്ടുക. ഇപ്പോൾ ദിവസം 1300-1400 പേര് ദിവസവും ആഹാരം കഴിക്കുന്നു. ഞാനും അവിടെ നിന്നാണ് കഴിക്കുന്നത്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഹൈജീനാണ്, വൃത്തി. നല്ല വൃത്തിയായിട്ട് ആഹാരം കൊടുക്കുക, അതിലാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കാണുന്നത്. 2 കറി, 1 അച്ചാർ, 2 ഒഴിക്കാൻ, ഇതാണ് ഞങ്ങളുടെ ആഹാര രീതി. ഇന്നിപ്പോൾ 20 വർഷം പൂർത്തിയാകുന്നത് കൊണ്ട് ഇന്നൊരു സമൂഹ സദ്യ എല്ലാവരെയും വിളിച്ച് സഹകരിച്ച എല്ലാവരെയും വിളിച്ച് അഭിനന്ദനം പറഞ്ഞുകൊണ്ട് ഒരു സമൂഹ സദ്യ ആകാം എന്ന് വിചാരിച്ചു. വളരെ സന്തോഷം. എനിക്ക് തോന്നുന്നു മെഡിസിറ്റിക്ക് എല്ലാത്തിനും അക്കൗണ്ട് ഉണ്ട്, പക്ഷേ ഈ പറയുന്ന ഭക്ഷണത്തിന് മാത്രം ഭക്ഷണം അങ്ങനെ ഇല്ലെന്നല്ല. എങ്കിൽ നമ്മൾ ഇതിനകത്ത് ഈ പങ്കജ കസ്തൂരിക്കും നെയ്യാർ മെഡിസിറ്റിക്കും പങ്കജ കസ്തൂരി ഹെർബൽ റിസർച്ച് ഫൗണ്ടേഷനുമൊക്കെ സ്ട്രിക്റ്റാണ്. എല്ലാ കാര്യങ്ങളിലും ചിലവ് നല്ല രീതിയിൽ നിയന്ത്രിക്കും. പക്ഷേ പാഥേയത്തിൽ മാത്രം ഒരു നിയന്ത്രണമില്ല. ഏറ്റവും കൂടിയ അരിയിലേ ഞങ്ങൾ ആഹാരം വയ്ക്കാറുള്ളൂ. എല്ലാ ആഹാര സാധനങ്ങളും നല്ല മനോഹരമായ രീതിയിലേ വെക്കാറുള്ളൂ. അതിനൊരു കോംപ്രമൈസ് ഇല്ല, അതിൽ പിശുക്കില്ല. മറ്റു കാര്യങ്ങളിൽ പിശുക്ക് കാണിക്കേണ്ട സ്ഥലത്ത് ബിസിനസ്സല്ലേ, പിശുക്ക് കാണിക്കും. ഇതിലങ്ങനെയില്ല. അതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത. അതെ, ഞങ്ങൾ 1000 തുടങ്ങി, ഇപ്പോൾ 1400, 2100 വരെ ഒരു ദിവസം 2100 പേര് ഒന്നിച്ച് കഴിച്ച ദിവസം ഓർമ്മയുണ്ട് എനിക്ക്. ഇല്ല, ആരും മടങ്ങാറില്ല. അതായത് ഞങ്ങൾ 12:30-2:30 മണി സമയം വച്ചിട്ടുണ്ട്. 2:30 മണിയാകുമ്പോൾ നമ്മളിവിടുത്തെ ഗേറ്റ് അടയ്ക്കും. പിന്നെ സൈഡ് ഗേറ്റ് കൂടെ 10 മിനിറ്റ് കൂടെ 2:40 വന്ന് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ കൊടുക്കാറില്ല. എന്തെന്ന് വെച്ചാൽ
ഒരു ദിവസം 2:40 കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ദിവസം പിന്നെ 2:40 ശേഷമേ വരുള്ളൂ ആൾക്കാർ. ആ ഒരു സിസ്റ്റം ഉള്ളത് കൊണ്ട് നിർബന്ധമായും 2:40 ആകുമ്പോൾ നമ്മൾ എല്ലാ ഗേറ്റും അടയ്ക്കും. ആദ്യം 2:30 ആകുമ്പോൾ ഒരു ഗേറ്റ് അടയ്ക്കും, മെയിൻ ഗേറ്റ് അടയ്ക്കും. പിന്നെ സൈഡിൽ കൂടെ വന്നിട്ട് 2:40 വരെ ആഹാരം കൊടുക്കാറുണ്ട്. ഇതെല്ലാം ഞങ്ങളുടെ കുടുംബം, ഞാൻ വ്യക്തിപരമായിട്ട് ഞാനല്ല, ഞങ്ങൾ പങ്കജകസ്തൂരി കുടുംബം, എൻ്റെ ഇപ്പോൾ ഒരു 2 വർഷത്തിന് മുമ്പ് വരെ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന എൻ്റെ സഹധർമ്മിണി ശ്രീമതി ആശയായിരുന്നു. കംപ്ലീറ്റ് കാര്യങ്ങളും അയാളാണ് നോക്കിയിരുന്നത്, ഞാൻ ഒന്നും അറിയില്ലായിരുന്നു. ഇപ്പോഴും ഞാനല്ല, ഇപ്പം മക്കൾ അതിൻ്റെ ചുമതല ഏറ്റെടുത്തു. എല്ലാവരും കൂടെയാണ് ഇത് നടത്തിക്കൊണ്ട് പോകുന്നത്. ഞങ്ങൾക്കൊരു ടീമുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കേവലം 10 സ്ത്രീകൾ മാത്രമാണ് സ്റ്റാഫ്. ബാക്കി 2 പേർ, ഒരാൾ ഉച്ചയ്ക്ക് വിളമ്പാനൊക്കെ ആയിട്ട് സഹായിക്കാനും ബാക്കി ഒരാൾ ഈ സാധനങ്ങൾ പ്രൊക്യൂർ ചെയ്യാനും. ഈ 12 പേരേ ഉള്ളൂ. 10 പേര് കൊണ്ടാണ് ഈ 1400-1500 പേര്, ഈ 2100 പേര് കഴിച്ചു എന്ന് പറഞ്ഞ ദിവസം മറ്റുള്ള ഞങ്ങളുടെ സ്റ്റാഫുകളും കൂടെയൊക്കെ സപ്പോർട്ടിന് ഉണ്ടായിരുന്നു. ഈ 10 പേര് ഇതൊരിക്കലും 10 പേരാണ് ഇത് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അതിശയമാണ്. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് ആദ്യം ആ 10 പേരെ ഇവിടെ ഇരുത്തി ആഹാരം ആദ്യം അവർക്ക് വിളമ്പിയിട്ടാണ് ഇന്ന് മറ്റുള്ളവർക്ക് കൂടെ കൊടുക്കണമെന്ന് വിചാരിക്കുന്നത്. പാഥേയം വെറുമൊരു വാക്കല്ല, ഒട്ടേറെ പേരുടെ വയറും മിഴിയും നിറച്ച ഒരു വലിയ യാത്രയാണ്. ഇത് ഇവിടെ അവസാനിക്കുകയില്ല. ഓരോ വറ്റ് കഴിക്കുന്നവൻ്റെ കണ്ണിലെ സന്തോഷം വീണ്ടും ആവർത്തിക്കാൻ പാഥേയം തുടരുക തന്നെ ചെയ്യും. ഈ മഹാസേവന പ്രവർത്തനത്തിന് CTV കേരള മീഡിയയുടെ എല്ലാവിധ ആശംസകളും.